വളരെ ഹിറ്റായ ഒരു സിനിമയായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ്. അത് ഇറങ്ങിക്കഴിഞ്ഞു 250 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നത്. അതെ, വലിയ തോതിൽ ഒരുപാട് ആളുകൾ കണ്ടു. മലയാളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ ആൾക്കാരും കണ്ടു. പക്ഷെ അതിനുശേഷം കേട്ടത് ഈ സൗബിൻ താഹിർ ഇതിനകത്തെ അഭിനേതാവാണ്, നിർമ്മാതാവാണൊക്കെ. സൗബിൻ താഹിറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ പൈസ വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട്. അല്ല, സൗബിനെ പൊതുവിൽ എല്ലാവരും കാണുന്നത് വളരെ നിഷ്കളങ്കനായ പാവത്താനായ ഒരു ക്യാരക്ടറായിട്ട് വരുന്നു. സൗബിനൊക്കെ വളരെ പെട്ടെന്ന് മലയാള സിനിമയിൽ പൊന്തി വന്ന മഴയത്ത് തകരകൾ നിൽക്കുന്നത് പോലെ ഉണ്ടായി വന്നവരാ. ദിലീപ് എന്ന് പറയുന്ന ഒരു വലിയ വടവൃക്ഷം വീണപ്പോൾ, അല്ലെങ്കിൽ ആ വടവൃക്ഷത്തെ വീഴ്ത്തിയപ്പോൾ ഉദയം ചെയ്ത ഒരു ഗ്യാങ് ഉണ്ട് മലയാള സിനിമയിൽ. അതിനെയാണ് മട്ടാഞ്ചേരി ഗ്യാങ് എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഈ മട്ടാഞ്ചേരി ഗ്യാങ്ങിന്റെ ഭാഗമായി ഉണ്ടായി വന്ന ചില നടന്മാരുടെ ഒരാളാണ് സൗബിൻ, അല്ലേ? ആണല്ലോ. അതെ അതെ. അപ്പോൾ സൗബിൻ ഒരു പറവ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പറവ അങ്ങ് ഹിറ്റായി കഴിഞ്ഞപ്പോൾ പറവ ഫിലിംസ് ഉണ്ടായി. ബാബു ഷാഹിർ, ഷോൺ ആന്റണി, പിന്നെ സൗബിനൊക്കെ ചേർന്നിട്ടാണ് ഈ പറവ ഫിലിംസ്, അല്ലേ? ഇവരൊക്കെ ഇവർ 3 പേര് ഇപ്പോൾ അറസ്റ്റിലാണ്. അതായത് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ സൗബിൻ ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്നു. കൂടെ ബാബു ഷാഹിറും ഷോൺ ആന്റണിയും ജയിലിൽ പോകുമായിരുന്നു. കാരണം ഇത്രയും വലിയ സിനിമയുണ്ടായി. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നന്ദികേടിൻ്റെയും ചതിയുടെയും ലോകമാണെന്ന് പൊതുവിൽ പറയപ്പെടുന്നത് ശരിവെക്കുന്ന ഒരു ചിത്രമാണ് ഈ അറസ്റ്റിലൂടെ തെളിവാകുന്നത്. അതായത് ഈ സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. സിനിമ നിർമ്മിക്കാൻ പോകുമ്പോൾ അരൂരുള്ള സിറാജ് വലിയതുറ എന്ന് പറയുന്ന ഒരാൾ 7 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അയാളുമായിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ലാഭമുണ്ടായാൽ ലാഭത്തിൻ്റെ 40% കൊടുക്കാം. ഈ സിനിമ 250 കോടി രൂപ കളക്ട് ചെയ്തു. വലിയ ലാഭമുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സിറാജ് വലിയതുറ പറയുന്നത് എനിക്ക് 47 കോടി രൂപ ലാഭവിഹിതം കിട്ടണം. ഈ പറയുന്ന കണക്കനുസരിച്ച് 47 കോടി രൂപ ലാഭവിഹിതം കിട്ടണമെന്ന് മാത്രമല്ല, അത് ലാഭവിഹിതം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇയാൾ മുടക്കിയ പണം പോലും കൊടുത്തില്ല. 7 കോടി രൂപ പോലും തിരിച്ചു കൊടുത്തില്ല. നോക്കൂ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന വളരെ നിഷ്കളങ്കനായിട്ടൊക്കെ സ്ക്രീനിൽ അഭിനയിക്കുന്ന ആളുകളുടെ കയ്യടിയും കണ്ണീരും ഒക്കെ വാങ്ങുന്ന നടൻ, അത്തരം നടനാണല്ലോ. എല്ലാവർക്കും വലിയ സിമ്പതിയും സ്നേഹമൊക്കെ ഉള്ള ഒരു നടൻ്റെ ഉള്ളിലെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം 250 കോടി രൂപ കളക്ട് ചെയ്തു. വളരെ ചെറിയ പൈസയ്ക്ക് ഉണ്ടാക്കിയ സിനിമയാണ്. 50-60 കോടി രൂപയേ ആയിട്ടുള്ളൂ. ഇത്രയും പണം ഉണ്ടായപ്പോൾ ആ വാഗ്ദാനം ചെയ്ത ലാഭവിഹിതവും കൊടുത്തില്ല. ആ സിനിമയെ ഉണ്ടാക്കാനുള്ള അയാൾ നൽകിയ മുടക്കുമുതലും അല്ലെങ്കിൽ ഷെയറും 7 കോടി രൂപയും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ സൗബിൻ മുസ്ലിം വിശ്വാസിയാണല്ലോ, അല്ലേ? ഈ പണം കൊടുത്ത സിറാജ് വലിയതുറയും ഒരു ദീനിയായ മുസ്ലിമാണ്. അപ്പോൾ ഇവർ തമ്മിലൊക്കെ മുസ്ലിങ്ങളൊക്കെ തമ്മിൽ വലിയ സൗഹൃദമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ഒരാളെ പോലും നീചമായി വഞ്ചിക്കാൻ ഈ സൗബിൻ കാണിച്ചു എന്നാണ് ഈ കേസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പണം വന്നു കഴിഞ്ഞാൽ എല്ലാം മറക്കുന്ന ചില മലയാളി മനസ്സുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് സൗബിൻ ഇപ്പം മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഏതായാലും സൗബിൻ പറയുന്നത്, ഞാൻ ഇന്നിപ്പം ഈ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. മരട് പോലീസ് 2 ദിവസമായിട്ട് സൗബിനെ വിളിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് വിട്ടപ്പോൾ സൗബിൻ പറഞ്ഞത്, ഞാൻ പൈസയൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്, പൈസ മാറ്റിവെച്ച് കൊടുക്കാനിരിക്കുമ്പോഴാണ് കേസ് വന്നത്. എത്ര നാണം കെട്ട ഒരു വിശദീകരണമാണ്. ഇത്രയും പണം ലാഭം കിട്ടിയിട്ട് ആ മനുഷ്യന് ഇതിനിടയ്ക്ക് ഇവർ ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ഈ സിറാജിന് 5,99,00,000 രൂപ കൊടുത്തു തീർക്കും. 7 കോടി വാങ്ങിച്ചത്. അതായത് 6 കോടിക്ക് 10 ലക്ഷം രൂപ, അല്ലേ? കുറവുള്ള 10 ലക്ഷം അല്ല, 1 ലക്ഷം രൂപ കുറവ്. മുടക്ക് മുതൽ പോലും തിരിച്ചു കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കാമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പം 8 നിലയെ പൊട്ടുന്ന സിനിമകളുണ്ട്. ചിലതിൻ്റെ പേര് കേട്ടാൽ പോലും ആളുകൾ ആ വഴിക്ക് പോകത്തില്ല. അങ്ങനെയുള്ള സിനിമകൾ വരെ ഇറക്കുന്നുണ്ട്. ഓരോ സിനിമയ്ക്കും 50-60 കോടി രൂപ മുടക്കിയാണ്. എല്ലാം 8 നിലയിൽ പൊട്ടുന്നു. പല താല്പര്യങ്ങളുണ്ടാവാം സിനിമയ്ക്ക് മുതലെടുക്കാൻ വരുന്നവർ. പക്ഷേ എന്നോട് പ്രശസ്തനായ ഒരു നിർമ്മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാള സിനിമയുടെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ താരങ്ങളുടെ അഹന്തയാണ്. കാരണം താരങ്ങളായിട്ട് വരുന്ന ആളുകളുടെ ധാരണ മുതലാളി, ഇതിന് പണം മുടക്കുന്ന ആൾ ഇവരുടെയൊക്കെ അടിമയാണെന്നുള്ള ഭാവമാണ്. കാരണം സിനിമാ സെറ്റിൽ ചെന്നാൽ സിനിമാ മുതലാളി ഈ നടീനടന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം. പണം മുടക്കുന്നതാണ്. കാരണം ഏതൊരു തൊഴിൽ മേഖലയിലും പണം മുടക്കുന്ന ആൾക്ക് വലിയ വിലയുണ്ട്. സിനിമാ മേഖലയിൽ അങ്ങനെയല്ല. സിനിമാ മേഖലയിൽ ഈ സിനിമാ നടന്മാർ, ഇത് ഞാൻ പേര് പറയാം, പ്രശസ്ത നിർമ്മാതാവായ വേണു കുന്നപ്പള്ളി നമ്മുടെ ചാനലിൽ തന്നെ അഭിമുഖത്തിൽ പറഞ്ഞാണ്, പണം മുടക്കുന്നവനെ കരുതലില്ലാത്ത, പരിഗണിക്കാത്ത ഒരു മേഖലയാണ് സിനിമാ മേഖല.
അങ്ങനെയുള്ളവർ എല്ലാവരും ആണെന്നില്ല, കുറേ പേരെങ്കിലും. കാരണം സിനിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ ഇരിക്കുക, ഏറ്റവും വില കൂടിയ ഭക്ഷണമേ കഴിക്കത്തുള്ളൂ, ഏറ്റവും മുന്തിയ സിഗരറ്റേ വലിക്കത്തുള്ളൂ, ഏറ്റവും മുന്തിയ ഹോട്ടലിലേ താമസിക്കുള്ളൂ, കൂടെ വരുന്ന തൻ്റെ അസിസ്റ്റൻറ്റിനും അതേപോലത്തെ മുറി തന്നെ എടുത്തു കൊടുക്കണം. ഇനി വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ കോക്പിറ്റിൽ പൈലറ്റിൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറയും. വേണുകുന്നപ്പള്ളി നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിനിമാക്കാർ പെരുമാറുന്നത്. അങ്ങനെയൊക്കെ പെരുമാറുന്ന സിനിമാക്കാരുടെ രീതിയോട് സമരസപ്പെട്ട് നിൽക്കുന്ന നിർമ്മാതാക്കളുണ്ട്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമയൊന്ന് പൂർത്തിയാക്കിയാൽ മതി. അതിനു വേണ്ടിയിട്ട് ഇവരുടെ അഹംഭാവവും അഹന്തയും ചതിയും വഞ്ചനയുമൊക്കെ അനുഭവിക്കുന്ന പാവപ്പെട്ട നിർമ്മാതാക്കളുണ്ട്. അവർക്കൊന്നും എതിർശബ്ദം പറയാനുള്ള ധൈര്യമില്ല. ഇപ്പോൾ വേണുകുന്നപ്പള്ളിയെ പോലെയുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിനൊക്കെ പറ്റുന്ന പോലെ പാവപ്പെട്ട ഒരാൾ 10-50 കോടി എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടോ വസ്തു പണയപ്പെടുത്തിയൊക്കെ സിനിമ ഇറക്കുന്നവരോട് ഇവരൊക്കെ പെരുമാറുന്ന വളരെ മോശമായ നിലയിലാണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ പ്രൊമോഷൻ വരത്തില്ല. കാരണം സിനിമാ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് പണം മുൻകൂറായോ ഒക്കെ തന്നെ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടാവും. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, സിനിമ റിലീസാവുന്നതിന് മുമ്പ് പണം മേടിച്ചിട്ടുണ്ടാവും. പിന്നെ സിനിമ വിജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയല്ല, എൻ്റെ പ്രൊമോഷനൊന്നും ഞാൻ വരത്തില്ല എന്നു പറയുന്ന തരത്തിലാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ നിർമ്മാതാക്കൾ. ഒരു സിനിമ വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് നടീനടന്മാർ അവകാശപ്പെടും. സിനിമ പരാജയപ്പെട്ടാലോ അവർക്കൊരു പങ്കുമില്ല. നമ്മൾ രജനീകാന്തിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പൊട്ടിപ്പോയി, ഏതോ പടം പൊളിഞ്ഞു പോയപ്പോൾ അതിൻ്റെ നിർമ്മാതാവിന് അദ്ദേഹം തിരിച്ചു പണം കൊടുത്തു. പിന്നെ പ്രേം നസീറിൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിനിമ പരാജയപ്പെട്ടു പോയ പ്രേം നസീർ അടുത്ത സിനിമയിൽ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കും. അതേ പ്രൊഡ്യൂസർക്ക് ഒരു പടം ഫ്രീ അഭിനയിച്ചു കൊടുക്കും. മലയാളത്തിൽ എത്ര സിനിമാ താരങ്ങൾ അതിന് തയ്യാറാവും? ഒരാളും തയ്യാറാവത്തില്ല. സിനിമ ഇറക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം എനിക്കുള്ള പൈസ കിട്ടിക്കഴിഞ്ഞു, പിന്നെ അത് എങ്ങനെ പോയാലും എനിക്കൊന്നുമില്ല, അറിയേണ്ട പോലുമില്ല. വിജയിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വലിയ സൂട്ടും പളവളാമിന്ന് ഉടുപ്പൊക്കെ ഇട്ട് വലിയ പ്രമാണിയായിട്ട് വന്നു നിൽക്കും. ഇത്ര നന്ദികേടിൻ്റെയും നെറികേടിൻ്റെ ഒരു മേഖലയാണ് സിനിമ. അപ്പോൾ സൗബിനെ പോലെയുള്ള ആളുകൾ, ഈ ആളുകൾ കാണുന്ന ഒരു പഞ്ചപാവത്തിൻ്റെ മുഖമുള്ള ആളുകൾ ഇത്രയും വലിയ ചീറ്റിംഗ് തട്ടിപ്പ് നടത്തി എന്ന് സിറാജ് വലിയതുറ വന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. കാരണം സൗബിൻ ഈ കേസ് റദ്ദാക്കാൻ ഹൈക്കോടതി പോയിരുന്നു. കേസേ ക്വാഷ് ചെയ്യണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കേസൊന്നും ക്വാഷ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ മുൻകൂർ ജാമ്യം തരാം. അറസ്റ്റ് ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാവണം, കേസിൽ സഹകരിക്കണം, അറസ്റ്റ് ചെയ്താൽ മുൻകൂർ ജാമ്യം തരാം. അതോടൊപ്പം തന്നെ കേസിൽ അന്വേഷണം തുടരാമെന്ന് പറഞ്ഞു. കോടതി അങ്ങനെ പറയണമെങ്കിൽ, ഹൈക്കോടതി അങ്ങനെ പറയണമെങ്കിൽ ഈ കേസിൽ കോടതി മുമ്പാകെ വ്യക്തമായ തെളിവുകളുള്ളതുകൊണ്ടാണ്. തെളിവൊന്നുമില്ല, കള്ളക്കേസാണെങ്കിൽ കോടതി എന്തു ചെയ്യും? ആ കേസ് റദ്ദാക്കുമായിരുന്നു. അപ്പോൾ സൗബിൻ, ബാബു ഷാഹിർ, ഷോൺ ആൻ്റണി, ഈ 3 പേർ ഉൾപ്പെടുന്ന ഈ സംഘം പറവ ഫിലിംസിൻ്റെ നിർമ്മാതാക്കളും ഡയറക്ടേഴ്സും സിറാജ് വലിയതുറയെ പറ്റിച്ചു എന്നാണ് ഇതിൽ നിന്ന് കോടതിക്കും സംശയമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഈ സൗബിനെതിരെയുള്ള കേസ് കഴമ്പില്ലാത്തതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുമോ എന്നറിയില്ല. അന്വേഷണം അതിൻ്റെ വഴിക്ക് പോവുകയാണ്. ഏതായാലും കോടതിക്ക് അങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ സൗബിൻ പറയുന്നു, ഞാൻ ലാഭവിഹിതം കൊടുക്കാൻ പൈസ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഇനി അറസ്റ്റ് ഒന്നും ഇനി കൊടുക്കത്തില്ല എന്നായിരിക്കും. പക്ഷേ ഇതിനകത്ത് വേറെ കുറച്ച് കള്ളത്തരമില്ല. കാരണം അന്ന് ഈ മഞ്ഞുമൽ ബോയ്സിന് വലിയ പൈസ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വലിയ തോതിൽ പൈസ അവിടെ ഭയങ്കര ഹിറ്റായെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അക്കൗണ്ട് ത്രൂ ആ പൈസ വന്നതായിട്ടോ അങ്ങനെ കണക്കുണ്ട്. പക്ഷേ തിയേറ്ററിൽ അത്രയും വലിയ ഹിറ്റായിട്ട് അല്ലെ തിയേറ്ററുകാർക്ക് അത്രയും കളക്ഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ഇ ഡി വന്നത്. അതാണ് ഇ ഡി വന്നത്. അപ്പോൾ ഈ അന്വേഷണം ഇവിടെ കേരളത്തിൽ നടക്കുന്നു, ഇ ഡി നടക്കുന്നു, എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു കുഴഞ്ഞു പറഞ്ഞ കേസായിട്ട്. അതായത് ചിലരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു തമിഴ്നാട്ടിൽ വലിയ ഹിറ്റായിരുന്നു സിനിമ എന്ന് പറയുന്നത്. ഗുണാക്കേവ് എന്നൊക്കെ പറയുമ്പോൾ കമലഹാസന്റെ ഗുണ ഷൂട്ട് ചെയ്ത സ്ഥലമാണല്ലോ ഗുണാക്കേവ്. അതിന്റെ സെറ്റിട്ടാണ് ചെയ്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് തമിഴന്മാരൊക്കെ വല്ലാതെ കണ്ടു. അങ്ങനെ 250 കോടി കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തിയേറ്ററുകൾ നിറയെ ആളുണ്ടാവണ്ടേ? തിയേറ്ററുകളിൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ബുക്ക് മൈ ഷോയിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തിയേറ്റർ കാലിയായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ഫുള്ളാണ്. അത് പല സിനിമകൾക്കും അങ്ങനെയാണ്. പല സിനിമകളും അങ്ങനെയാണ്. ഒരാഴ്ച ഇത്ര ദിവസം മിനിമം ഓടിയാലേ അടുത്ത ആഴ്ചയിലേക്ക് സിനിമ കളം പിടിക്കുള്ളൂ, തിയേറ്റർ പിടിക്കുള്ളൂ. അതിനുവേണ്ടി നിർമ്മാതാക്കൾ തന്നെ പണം മുടക്കിയിട്ട് ടിക്കറ്റ് എടുക്കും. ആരും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ പറഞ്ഞു കയറ്റും, ഫ്രീ ആളെ കയറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഹോൾഡ് ഓവറിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെന്ന് എൻ്റെ പദവും തോന്നും. ഏതായാലും ഈ സിനിമയെ സംബന്ധിച്ച് പണം വന്നിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. പക്ഷേ തിയേറ്റർ കാലിയായിരുന്നു. അങ്ങനെയാണ് ഇ ഡി അന്വേഷിക്കാൻ വന്നത്. ഇ ഡി അന്വേഷണം കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്.
ഒരുപക്ഷെ ഇ ഡി വരുന്നത് എപ്പോഴും സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് ഒരു നിലയിലേക്ക് എത്തുമ്പോഴാണ് ഇ ഡി വന്ന് ചാടി വീഴാറുള്ളത്. ഒരുപക്ഷെ ഇനി ഇ ഡി വന്ന് ചാടി വീണാൽ, ഇ ഡി വന്ന് പിടിച്ചാൽ ഈ പറയുന്ന പോലെ അത്ര പെട്ടെന്ന് ജാമ്യമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇ ഡിയുടെ അന്വേഷണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇ ഡി തുടരന്വേഷണം നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ ഈ കളക്ഷൻ ഉണ്ടെന്ന് പോലീസിനും കോടതിക്കും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അറസ്റ്റും മറ്റ് നടപടികളും ഉണ്ടായതുകൊണ്ട് ഇ ഡി വീണ്ടും വന്നാൽ സൗബിൻ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും സിനിമയിൽ കാണുന്ന പഞ്ചപാപം, നിഷ്കളങ്കൻ, അല്ലെങ്കിൽ കരയിപ്പിക്കുന്ന പ്രകൃതം എന്നൊക്കെ പറയുന്ന ആളുകളുടെയൊക്കെ യഥാർത്ഥ മുഖം സഹജീവിയെ കബളിപ്പിക്കുന്നതാണ് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലായിപ്പോയി ഈ കേസിൻ്റെ അറസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സൗബിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സൗബിനെ നമുക്കൊക്കെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് ഇത്രയും വിവാദമാകുന്നതിന് മുമ്പ് രമ്യമായ ഒരു ഒത്തുതീർപ്പിലേക്ക് വന്ന് വാഗ്ദാനം ചെയ്ത പണം കൊടുക്കാറ്. സൗബിനൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇദ്ദേഹം തരാമെന്ന് പറഞ്ഞ പൈസ കൃത്യസമയത്ത് തന്നില്ല, കുറച്ച് വൈകി, അതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, മുടങ്ങി. എന്നാലും 7 കോടി രൂപ കിട്ടിയല്ലോ. എന്നാൽ പിന്നെ നീ കൃത്യസമയത്ത് തരാത്തതുകൊണ്ട് നിന്റെ കാശ് വേണ്ടടാന്ന് പറയണം. കാശ് മേടിച്ചെടുത്തു, എന്നിട്ട് പൈസയും കൊടുത്തില്ല, ലാഭവിഹിതം കൊടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വൈകിയത് കൊണ്ട് 47 കോടിയൊന്നും തരാൻ പറ്റത്തില്ല, കുറച്ച് പൈസ കൊടുക്കും, ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അത് കിഴിച്ചിട്ട് തരാം എന്ന് പറയുന്ന ഒരു മാന്യമായിരുന്നു. അപ്പം അമാന്യമായ ഒരു നടപടി ഉണ്ടായിരുന്നു. സൗബിനെ ഇ ഡി പിടിക്കാതിരിക്കട്ടെ, അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.